ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. പെരുമ്പാവൂർ നഗരത്തിന്റെ ഒത്തനടുക്കായ 50 ഏക്കറോളമുള്ള വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് അസുര രാജാവായ കംസൻ തന്റെ സഹോദരിയുടെ 7 കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയതിനു ശേഷം 8ാമത്തെ കുഞ്ഞ് പെൺകുട്ടിയാണെന്നറിഞ്ഞും അതിനെ കൊല്ലാൻ വരികയും ആ സമയത്ത് കുട്ടി കൈകളിൽ നിന്നും ഉയർന്നു പൊങ്ങി എന്നതാണ് ഇതിന്റെ ഐതിഹ്യം. ആ പെൺകുഞ്ഞ് വന്നിരുന്ന സ്ഥലമാണ് ഇരിങ്ങോൾക്കാവ് എന്ന് പറയപ്പെടുന്നു. മറ്റു കാവുകളെ അപേക്ഷിച്ച് ഈ കാവുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കുറച്ച് പ്രത്യേകതകൾ എന്തെന്നാൽ വ്യത്യസ്ത തരത്തിലുള്ള ഒട്ടനവധി വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. മരങ്ങൾ ഒന്നും തന്നെ മുറിക്കുകയോ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാറില്ല. ആയുസെത്തി മറിഞ്ഞു വീഴുകയും അവിടെ മണ്ണിൽ കിടന്ന് ലയിച്ചു ചേരുകയുമാണ് പതിവ്. വൃക്ഷങ്ങൾ മുറിക്കാത്തതും അവ ഒന്നും തന്നെ ചെയ്യാത്തതും വൃക്ഷങ്ങളെ ദേവന്മാരായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. സരസ്വതി, വനദുർഗ, ഭദ്രകാളി എന്നീ 3 ഭാവങ്ങളിലാണ് ഇവിടെ ദേവി കുടിയിരിക്കുന്നത്. ദേവിയുടെ ഇഷ്ടങ്ങളെ പരിഗണിച്ചും സുഗന്ധദ്രവ്യങ്ങളുള്ള പുഷ്പങ്ങൾ ഇവിടെ ഉപയോഗിക്കാറില്ല. ചെത്തി, തുളസി, താമര എന്നീ പുഷ്പങ്ങളാണ് ഇവിടെ ഉപയോഗിക്കാറ്. കാവുകൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇഴജന്തുക്കളെ കുറിച്ചാണ്. എന്നാൽ ഈ കാവിൽ പാമ്പുകൾ ഒന്നും തന്നെ ഇല്ലെന്നും പണ്ട് കുരങ്ങന്മാരുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അവയൊന്നും കാണാനുമില്ലെന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് മുല്ലപ്പൂ അണിഞ്ഞു വരുന്ന സ്ത്രീകളെ അകത്തേക്ക് പ്രവേശിക്കില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, കാരണം സുഗന്ധദ്രവ്യങ്ങളും പുഷ്പങ്ങളും ദേവിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. കല്യാണം, കെട്ടുനിറ, രാമായണ പാരായണം എന്നിവ ഇവിടെ നടത്താറില്ല. കന്യകാ സങ്കല്പത്തിലുള്ള ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കല്യാണങ്ങൾ പോലുള്ള ചടങ്ങുകൾ ഇവിടെ നടത്താത്തത്. ശർക്കരയാണ് മുഖ്യ വഴിപാട്. വിവാഹത്തിനായി സ്ത്രീകൾ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ നടത്തുന്ന ക്ഷേത്ര ദർശനം വിശിഷ്ടമായി കരുതപ്പെടുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഈയൊരു കാര്യത്തിലാണ്. ഇവിടെ കൊടിമരമില്ല. ഉത്സവ സമയങ്ങളിൽ കവുങ്ങുവെട്ടി ഇവിടെ കൊടിമരമാക്കുന്നു. ഒരിക്കൽ ഇവിടെ കൊടിമര പ്രതിഷ്ഠ നടത്തുകയും എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം അത് ഒടിഞ്ഞു വീഴുകയും ചെയ്തു. പിന്നീട് തന്ത്രി മരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ പിന്നീടാരും ഈ പ്രതിഷ്ഠ നടത്താൻ ഇവിടെ തയ്യാറായില്ല. ഇവിടെ ഉത്സവത്തിനായി ഉപയോഗിക്കുന്നത് പിടിയാനകളെയാണ്. ഇതുവരെ ഞാൻ ക്ഷേത്രത്തെ പറ്റിയും ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളെ പറ്റിയുമാണ് പറഞ്ഞത്. ഇനി ഞാൻ എൻ്റെ ഇവിടെ വന്നിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് പറയാം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാവുകളിലൊന്നാണ് ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ നല്ല പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മുടെ അടുത്ത് തന്നെ ഇതുപോലൊരു നല്ല സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ മാക്സിമം കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കണ്ടിട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.